കർണാടകയിൽ ജഡ്ജിയുടെ കസേരയെ മന്ത്രവാദം ചെയ്തു. തൻ്റെ കേസ് തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടി അവിടെ ഒരു മന്ത്രവാദം നടത്തിയതായിട്ടാണ് വാർത്ത വരുന്നത്. ദുർമന്ത്രവാദം കർണാടകയിൽ നിരോധിച്ചിട്ടുണ്ട്. 2017 നിയമപ്രകാരം കർണാടകയിലെ ദുരാചാരങ്ങളും ദുർമന്ത്രവാദങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള ഒരു ആക്ട് നിലയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം മഞ്ജുള എന്നൊരു സ്ത്രീ, അവർക്ക് കർണാടക ചിക്കബെല്ലാപുരയിൽ ഒരു സിവിൽ കേസുണ്ട്. ആ സിവിൽ കേസ് അവരുടെ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. എന്തായാലും കേസിലെ വാദി ഇവരാണ്. ആ കേസിൻ്റെ സിവിൽ നടപടിക്രമം കോടതി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം സാക്ഷികളെയൊക്കെ വിസ്തരിച്ചു. ആ കേസിൻ്റെ വാദപ്രതിവാദങ്ങളും ഒക്കെ നടത്തി, വാദിഭാഗവും പ്രതിഭാഗവും. ഇനിയിപ്പം വിധിയാണ്. കഴിഞ്ഞ ദിവസം വിധി വരും, കോടതി അതിൻ്റെ വിധി പ്രൊനൗൺസ് ചെയ്യും എന്നാണ് ഇവർ മനസ്സിലാക്കിയത്. അവർ നേരത്തെ തന്നെ കോടതിയിൽ പോയിരുന്നു. ഇവർ ദുർമന്ത്രവാദിയാണ്, അതിലവർ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇവർ കോടതി തുടങ്ങുന്നതിന് മുമ്പേ ആ ഓഫീസ് തുറക്കുന്ന സമയത്ത് ഇവർ നേരത്തെ കോടതിയിലെത്തി. ആ ജഡ്ജി ഇരിക്കുന്ന കസേരയിൽ ചില മന്ത്രവാദങ്ങൾ ആരും കാണാതെ ഇവർ നടത്തി. അതിനുശേഷം വെളുത്ത കടുകുകൾ അത് ജപിച്ച് അവരിയ്ക്കുന്ന കസേരയിലിട്ടു. അതിനുശേഷം ഇവരൊന്നും അറിയാത്ത പോലെ ഇവർ കോടതിക്കകത്ത് നിന്നു. പക്ഷേ ഇതാരോ വാച്ച് ചെയ്തിരുന്നു. അതുകൊണ്ട് അവർ ജഡ്ജിയെ അറിയിച്ചു, ജഡ്ജി പോലീസിനെ അറിയിച്ചു. ആ കേസിൽ തനിക്ക് അനുകൂലമായ ഒരു വിധി വരാൻ വേണ്ടിയിട്ടാണ് ഇവർ, ഈ മന്ത്രവാദിയായ ഇവർ, കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് കടുകുമണിയിലെ ചില മന്ത്രവാദങ്ങളും ജപിച്ചിട്ട് ആ ജഡ്ജി ഇരിക്കുന്ന കസേരയിൽ ആ കടുകുമണി വിതറി. ഇതാണ് കണ്ടത്. ഇവർ മന്ത്രവാദിയാണെന്ന് പലർക്കും അറിയാം. ഇവർ ദുർമന്ത്രവാദം ചെയ്യുന്നൊരു സ്ത്രീയാണ്, അവരുടെ കേസാണ്. എന്തായാലും അവരതിൽ വിശ്വസിക്കുന്നതുകൊണ്ട് തനിക്ക് അനുകൂലമായ ഒരു വിധി തീർച്ചയായിട്ടും ഉണ്ടാകും എന്നവർ കരുതുന്നു. അവർ നേരത്തെ കോടതിയിൽ വന്ന് ആ ജഡ്ജി ഇരിക്കുന്ന കസേരയിൽ ഈ മന്ത്രവാദമൊക്കെ പൂജയൊക്കെ നടത്തി അതിനുശേഷം ജപിച്ച് കടുകുമണി അവിടെ വിതറിയിട്ട് പോയി. എന്തായാലും ജഡ്ജി പോലീസിനെ വിവരം അറിയിച്ചുകൊണ്ട് പോലീസ് എത്തി ഇവരെ, മഞ്ജുളയെ അറസ്റ്റ് ചെയ്തു. കാരണം അവിടുത്തെ നിയമപ്രകാരം 2017 ദുരാചാരവും ദുർമന്ത്രവാദങ്ങൾ തടയുന്ന ഒരു നിയമം ആ കർണാടകയിൽ പാസ്സാക്കിയിട്ടുണ്ട്. അതുപ്രകാരം സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇത് കണ്ട സാക്ഷികളുണ്ട്. അവരെ ഇപ്പം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അവർ വാദിയായി സിവിൽ കേസിന് അവിടെ വന്ന് അവർ കോടതി കേസ് ജയിക്കാൻ വേണ്ടി മന്ത്രവാദം ചെയ്ത് അങ്ങനെ ഇപ്പം 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു.